കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. നേരത്തെ എണീറ്റാലേ കാര്യങ്ങൾ വൃത്തിയായിട്ട് കഴിയുള്ളൂ. അപ്പോൾ വിക പോകുന്നതാണ്, ട്യൂഷനുണ്ട്. അപ്പോൾ ഞങ്ങളോടൊക്കെ യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. സാൻവിക്കുട്ടി എണീറ്റിട്ടില്ല. അയ്യോ ഭയങ്കര ക്ഷീണം, ഇന്ന് പോകേണ്ടതാണോ എന്നുള്ള ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷൻ ഇല്ലാണ്ടില്ല. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ ഒന്ന് എടുത്ത് നിൽക്കാൻ പറയും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് എടുത്തു കൊടുത്താൽ ഒരു സമാധാനം, ഒരു സന്തോഷം. അപ്പോൾ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ മറ്റേ ആൾക്കും എടുക്കണം. അപ്പോൾ നിങ്ങളുടെ വസ്കുട്ടനും എണീറ്റിട്ടുണ്ട്. ഹായ് എല്ലാം പറയുന്നുണ്ട് വസ്കുട്ടൻ. അപ്പോൾ സാൻവി വസുവിനെയും കൊണ്ട് പപ്പേൻ്റെ അടുത്തേക്ക് പോയി. ഈ വസു കുറച്ച് നേരം അവിടെ നിന്നോളും. ഇനി സാൻവി പല്ല് തേക്കട്ടെ. ഇനി പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങണം. പല്ലൊക്കെ തേച്ച് ചായയെല്ലാം കുടിച്ച് കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ തുറക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇന്ന് പുതിയ സ്കൂളിലേക്ക് പോകുന്നു. പുതിയ ഫ്രണ്ട്സ് എല്ലാം ആവും സാൻവിക്ക്. പുതിയ സ്കൂളിൽ പോകുന്നതാണ് സാൻവി. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കണം. അപ്പൊ സാൻവി കുട്ടി മാറ്റുമ്പോ ഇവിടെ ആരുണ്ട്? അപ്പൊ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. അപ്പൊ എന്റെ മുടി കിട്ടുന്നുണ്ട്. നമ്മുടെ ബസുദേവ് ബാക്കിൽ നിന്ന് ഫോണ് കാണുകയാണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ എല്ലാവരോടും കൂടെ പോകുന്നുണ്ട്. പുതിയ സ്കൂളല്ലേ, അപ്പോൾ ഞാനൊന്ന് റെഡിയായി. ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ല അടിയുണ്ടെങ്കിലും ഇടയ്ക്ക് ഇങ്ങനത്തെ വല്ലാത്ത സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവും. ആ സ്നേഹപ്രകടനങ്ങളാണ് നിങ്ങൾ ഈ കണ്ടത്. അപ്പോൾ ഇന്ന് പോകുമ്പോൾ അവർക്ക് ഉള്ള പോലെ തന്നെ ചെറിയൊരു വിഷമം നമുക്കും ഉണ്ടാവും. കാരണം അവർ ഇത്രയും ദിവസം നമ്മളെ കൂടെ നിന്ന് കളിച്ചും ചിരിച്ചും അതിലേറെ അടിയുണ്ടാക്കിയിട്ടും കൂടെ തന്നെ ഉണ്ടാകുന്നല്ലേ. അപ്പോൾ അവർ പെട്ടെന്ന് പോകുമ്പോൾ ഒരു വല്ലാത്തൊരു മിസ്സിങ് അതാണ് തോന്നുന്നത്. അപ്പോൾ കുറച്ച് നേരം സാൻവി വീഡിയോൻ്റെ മുന്നിൽ നിന്നൊക്കെ പോസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കാഴ്ചയാണ്. വസുദേവ് ഞങ്ങളെ യാത്ര അയക്കുന്നത്. ഞങ്ങൾ പോകാൻ നോക്കുമ്പോൾ വസുദേവ് ഇങ്ങനെ ഒന്ന് കരയും. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ വസുദേവ് അത് താനേ നിർത്തും. ഞങ്ങൾ പോകുന്നത് വരെ അതുണ്ടാവുള്ളൂ. പോകുന്നത് കണ്ടാലൊന്നും വലിയ പ്രശ്നമില്ല. ഇവിടെ അമ്മേൻ്റെ അടുത്ത് നല്ല കുട്ടിയായി അടങ്ങിയിരുന്നോളും. വസുദേവിനെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്കൊന്നും നടക്കൂല. കാരണം എടുത്തു നിൽക്കണം. അതുമല്ല അവിടെ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളിലൊന്നും വസുവിനെ കൂട്ടില്ല. വസുവിനെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സ്കൂൾ എത്തിയിട്ടുണ്ട്. ഇതാണ് സാൻവിക്കുട്ടി ഇനി പഠിക്കാൻ പോകുന്ന ഒരു സ്കൂള്. ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം LP സ്കൂൾ. അവളുടെ പുതിയ സ്കൂളാണ്. അവളെ പോലെ തന്നെ ഞങ്ങൾക്കും പുതിയൊരു അന്തരീക്ഷവും പുതിയൊരു ചുറ്റുപാടും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു വെപ്രാളം അവൾക്കും ഞങ്ങൾക്കും ഇല്ലാതല്ല. അപ്പോൾ അവൾക്കത് നല്ലതുപോലെ ഉണ്ട്. അവൾക്ക് ഏറ്റവും വലിയ മിസ്സിങ് ഫ്രണ്ട്സാണ്. അപ്പോൾ അവൾ ക്ലാസ്സിലേക്ക് പോകുന്നതാണ്. അപ്പോൾ സെക്കൻഡ് സിയിലാണ് അവൾ പഠിക്കാൻ പോകുന്നത്. ധന്യ മിസ്സാണ് ക്ലാസ് ടീച്ചർ. അപ്പോൾ ക്ലാസ്സിലെത്തി. അപ്പോൾ ഈ ഒഴിഞ്ഞ കസേരകൾ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. പിന്നെ അവിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. 10:30 ആയിരുന്നു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തോ ഒരു ഭാഗ്യത്തിന് സാൻവിക്ക് അവിടുന്ന് പെട്ടെന്നൊരു ഫ്രണ്ടിനെ സെറ്റ് ആയിട്ടുണ്ട്. അവളുടെ ക്ലാസ്സിൽ തന്നെയാണ്. പിന്നെ ആള് കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവിടുത്തെ മാം സംസാരിക്കുന്നുണ്ട്. പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യാൻ വന്നത് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഇപ്പോൾ പാർക്കോ ഹോസ്പിറ്റലിലെ ജനറൽ സർജനാണ്. വൈശാഖ് എന്നാണ് ഡോക്ടറുടെ പേര്. അപ്പോൾ അവിടെ വിളക്കൊക്കെ കൊളുത്തി അവരിങ്ങനെ ഓരോരുത്തരായിട്ട് സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാം ഇങ്ങനെ ആ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിലെ എല്ലാ ഡ്രീംസിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി. ഡോക്ടർ പഠിക്കുന്ന കാലത്ത് ഇത്രയൊന്നും വികസനങ്ങൾ സ്കൂൾ വന്നിട്ടില്ല. ഇപ്പോൾ സ്കൂൾ ഒരുപാട് വളർന്നു, ഒരുപാട് മാറി എന്നൊക്കെയാണ് ഡോക്ടർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മക്കൾ സേഫ് ഹാൻഡ്സിലാണ് ഉള്ളതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അതെ, ഞങ്ങളുടെ എല്ലാവരുടെയും മക്കൾ സേഫ് ഹാൻഡ്സിലാണ്. അപ്പോൾ അവിടുന്ന് അവർ പഠിച്ച് നല്ല രീതിയിൽ എത്തട്ടെ എന്നാണ് അവിടെ ഇരുന്ന ഓരോ മാതാപിതാക്കളും ആ സമയത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. അതിനുശേഷം അവിടെ ഇരുന്ന പല വിശിഷ്ടാതിഥികളും സ്കൂളിനെ പറ്റിയിട്ടും മക്കളെ പറ്റിയിട്ടും
പല കാര്യങ്ങളെ പറ്റിയിട്ടും ചർച്ച ചെയ്തു. പിന്നെ അവിടെ കുറച്ച് കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഓരോ ക്ലാസ്സിലേക്കും വന്ന പുതിയ പുതിയ കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ച് അവരുടെ ഒരു ഫോട്ടോസ് എടുക്കുന്ന ഒരു പരിപാടി കണ്ടു. അത് അവർക്കും ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ മാറാനും ഒരു പുതിയൊരു സ്കൂളിനെ പരിചയപ്പെടാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ട് ആ സ്കൂൾ കണ്ടെത്തിയ ഒരു ഐഡിയ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സാൻഡി മോളും തന്നിട്ടുണ്ട്. അപ്പോൾ 2ാം ക്ലാസ്സിലേക്ക് വന്ന പുതിയ കുട്ടികളാണിത്. ഇതെൻ്റെ ഫ്രണ്ടാണ് അശ്വതി. അശ്വതിൻ്റെ മോനും ഇവിടെ 2nd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. പിന്നെ അവിടെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും മടങ്ങിപ്പോവാണ്. ഇത് മാമാണ്. മാമിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മേലെ പോയിട്ട് സ്നാക്സ് കഴിച്ച് പിന്നെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞ് അവളിങ്ങനെ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു അന്തരീക്ഷം സാൻവിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടമായി. അപ്പോൾ പഠിത്തമൊന്നുമില്ലല്ലോ, കളിയാണല്ലോ. അപ്പോൾ കുറച്ചധികം നേരം അവിടെ നിന്ന് ഇങ്ങനെ കളിച്ച് ഞങ്ങൾ സ്കൂളിനോട് ഇന്ന് യാത്ര പറഞ്ഞ് തിരിച്ചിങ്ങോട്ടേക്ക് പോവാണ്. പോകുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ബണ്ണീസിൽ കയറി ആ ചൂടും ക്ഷീണവും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീമും ഒരു കോൾഡ് കോഫിയും കുടിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോയി.